നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ഇനി 2 ദിവസം മാത്രം. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നതോടെ UDFന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ തിരുത്തുന്ന ഫലം ഉണ്ടാകുമെന്നും ഭരണത്തുടർച്ച ഉണ്ടാകുമെന്നുമാണ് LDF പ്രതീക്ഷ. സർവേ ഫലങ്ങളിൽ എല്ലാം മുന്നേറ്റം പ്രവചിക്കുന്നതിനാൽ NDA ക്യാമ്പും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാറാണിപ്പോൾ ചേരുന്നത്. അജ്മൽ, ഗുഡ് മോർണിംഗ്. ഇനിയും 2 ദിവസം മാത്രം. വലിയ പ്രതീക്ഷയോടെയാണ് മുന്നണികൾ. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞുവല്ലോ വോട്ടെണ്ണലിനായി. എന്തൊക്കെയാണ് വിവരങ്ങൾ അജ്മൽ? ഉന്മേഷ്, സംസ്ഥാനത്ത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ UDFനെ സംബന്ധിച്ചിടത്തോളം UDF കടുത്ത പ്രതീക്ഷയിലാണ്. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏറെക്കുറെ എക്സിറ്റ് പോൾ ഫലങ്ങളും UDFന് തന്നെയാണ് സാധ്യത പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ UDFനുള്ളിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ചർച്ച മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളുടെ ചർച്ചകളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഉറച്ചു പ്രതീക്ഷിക്കുന്ന മുന്നണി സംസ്ഥാനത്തെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം മുൻകാലങ്ങളിലെ പോലെ മറിയാൻ തന്നെയാണ്, അല്ലെങ്കിൽ അത് നടപ്പിലാവാതിരിക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ അത് പ്രവചിച്ച പോലെ ഉള്ള തരത്തിൽ ഏതെങ്കിലും വോട്ട് നിലയിലേക്കോ സർക്കാർ രൂപവൽക്കരണത്തിലേക്കോ പ്രതിപക്ഷം പോകില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അവരുള്ളത്. നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മന്ത്രിതലത്തിലുള്ള ചർച്ചകൾ, പ്രത്യേകിച്ച് VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ അവരവരുടേതായ സംഭാവനകളെ ഉയർത്തിക്കാട്ടി നേരത്തെ തന്നെ സജീവമായി ഉണ്ടായിരുന്ന ചർച്ചകൾ ഇപ്പോൾ മുന്നണികൾ വഴി പൊതുനിരത്തുകളിലേക്കും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും ശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം 4-ാം തീയതി പുറത്തുവരുന്ന സാഹചര്യത്തിൽ രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ നടപടികളിലേക്ക് കടക്കുക. വോട്ടെണ്ണലിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു കഴിയുന്ന UDFനാണോ അതല്ല ആ പ്രതീക്ഷ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ട കണക്കുകൾക്കപ്പുറം ജനങ്ങൾ മറ്റൊന്നാണ് ചിന്തിക്കുന്നതെന്ന് പറയുന്ന LDFനാണോ ജനഹിതം ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, കേവലം 48 മണിക്കൂറുകൾക്കപ്പുറം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. മുൻമേ ശരി, അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.